ഞാനിപ്പോൾ ഈ ക്യാമറയെ അഭിമുഖീകരിക്കുന്നത് നമ്മുടെ നാടിന് സംഭവിച്ചിട്ടുള്ള അതിഭയാനകമായ ഒരു വിപത്തിനെ പറ്റിയിട്ട് സംസാരിക്കാനാണ്. ഈ പ്രായത്തിൽ ഞാനത് പറയാൻ നിർബന്ധിതനായിരിക്കുകയാണ്. നമ്മുടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഈ കൊച്ചു സംസ്ഥാനത്തെ രണ്ടാക്കി തിരിച്ച ഒരു ദേശീയപാതയുണ്ടല്ലോ. അതിന് എന്തൊക്കെയോ മനോഹരമായ പേരുകൾ രാഷ്ട്രീയക്കാരൻ ഇട്ടിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും വികസനം എന്ന് പറയുന്ന പേരിൽ നടക്കുന്നതിൻ്റെ ഓമന പേരിടുന്നത് അവരാണല്ലോ തീരുമാനിക്കണേ. എന്ന് പറഞ്ഞാൽ കൊച്ചിൻ്റെ അച്ഛനാണ് കുട്ടിക്ക് പേരിടാൻ നിർബന്ധിതനാവുന്നത് എന്നതുപോലെ സമ്പത്ത് മുഴുവനും പൊതുജനങ്ങളുടെയും അതിൻ്റെ പുതൃത്വം ഏറ്റെടുക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരുമാണ്. അതുപോലെ ഇപ്പോൾ നമ്മുടെ ഈ ദേശീയപാതയ്ക്ക് സംഭവിച്ചെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിലും ചതുപ്പ് നിലങ്ങളിൽ അതിഭയാനകമായ ഉയരത്തിൽ മണ്ണ് കൊണ്ടുവന്ന് ഫില്ല് ചെയ്ത് അത് ഉറയ്ക്കുന്നതിന് മുൻപേ തന്നെ ടാറ് ചെയ്ത് അത് ഉദ്ഘാടനം ചെയ്തു, അല്ലെങ്കിൽ ചിലത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്വാസം മുട്ടി നിൽക്കുന്നു എന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിട്ടുള്ളത്. ഇപ്പോൾ എന്ത് സംഭവിച്ചു? അന്ന് സാധാരണക്കാരാണെങ്കിലും വിവരമുള്ള ആളുകൾ പറഞ്ഞു, ഇത്രയും ചതുപ്പ് നിലത്തിൽ ഇത്ര ഉയർന്ന രീതിയിൽ മണ്ണിട്ട് റോഡുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര അപകടത്തിലെത്തിച്ചേരും. മാത്രമല്ല, ഒന്ന് സ്വന്തം രക്തബന്ധത്തിലുള്ള സഹോദരങ്ങളെയും അയൽവാസികളെയും മറന്നു പോകുന്ന ഒരവസ്ഥയായിരുന്നു. കാരണം എൻ്റെ വീടിൻ്റെ മുൻവശത്തുള്ള എൻ്റെ സഹോദരൻ്റെ വീട്ടിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ 5 കിലോമീറ്ററിൽ കൂടുതൽ ചുറ്റി സഞ്ചരിച്ചിട്ട് വേണം അവിടെ ചെല്ലാൻ. അത് പാലമാണ് പണിതിരുന്നെങ്കിലോ ഇപ്പോൾ ഈ സംഭവിച്ച അപകടവും സംഭവിക്കില്ല. ഇത് ഒരു ഭാഗം കുഴിയാക്കുകയും മറുഭാഗം നികത്തുകയും ചെയ്തു. അശാസ്ത്രീയമായ റോഡ് പണി. ഇതിന് ഉത്തരവാദികളായ വകുപ്പ് മന്ത്രിമാരെയും അതിന് പ്ലാൻ തയ്യാറാക്കിയ എഞ്ചിനീയർമാരെയും അതിന് കോൺട്രാക്റ്റ് എടുത്ത കോൺട്രാക്ടർമാരെയും ശരിക്കും പറഞ്ഞാൽ ക്രിമിനൽ കുറ്റത്തിന് അറസ്റ്റ് ചെയ്ത് അവരെ തൂക്കിക്കൊല്ലുകയും അതിനു മുൻപേ തന്നെ ഇതിന് സംഭവിച്ചിട്ടുള്ള മുഴുവൻ നഷ്ടവും അവരിൽ നിന്ന് ഈടാക്കണമെന്നാണ് ഇത്തരുണത്തിൽ എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഈ പ്രഭാഷണം അവസാനിക്കുന്നില്ല, തുടങ്ങണുള്ളൂ. ഇനിയും ഞാൻ ഇവിടെ ഉണ്ടായിരിക്കും.